ഹലോ, ഞാൻ ആലീസ് വർഗീസ്. ലൈഫ് വിത്ത് ആലീസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എന്നെ എൻ്റെ ഫേസ്ബുക്കിലുമൊക്കെ നിങ്ങൾ ഈ സ്ഥലം നേരത്തെ കണ്ടു കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇതൊരു പാർക്കാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്. സൂര്യപ്രകാശം അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കാരണമാണ് എൻ്റെ മുഖം ഇങ്ങനെ മാറ്റി മാറ്റി പോകുന്നത് കേട്ടോ. നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു നല്ല എനർജി കിട്ടുന്നത് പോലെ തോന്നുന്നത്. ഞാൻ ഈ നടക്കുന്നത് കൊണ്ടാണ് ഈ ഫോണും ഒന്ന് ഷെയ്ക്കാവുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി ശാന്തതയാണ്. ചൂടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുട്ടികൾ കളിക്കാനും പിന്നെ ഒത്തിരി ആൾക്കാർ നടക്കാനും സൈക്ലിങ്ങിനും ഒക്കെ ആൾക്കാർ ഇതിലേ വരും. ഇപ്പം തണുപ്പിൻ്റെ സമയം ആയതുകൊണ്ടായിരിക്കാം അധികം പേരെ ഇപ്പം കാണുന്നില്ല. ഇപ്പം ഇവിടെ സമയം 5 മണിയാകാറായി. ഇവിടെ ഇപ്പം കണ്ടില്ലേ, നല്ല വെട്ടവും വെളിച്ചമുണ്ട്. എന്നാൽ ഒരു 2 ആഴ്ച മുന്നേ ആയിരുന്നെങ്കിലുണ്ടല്ലോ, ഈ സമയത്തേക്ക് നല്ല ഇരുണ്ട് മൂടിക്കിടക്കുന്ന സമയങ്ങളായിരുന്നേ. ഇപ്പം കണ്ടോ, ഇപ്പം നല്ല ഒരു വെട്ടമാണ്. ഈ സൂര്യൻ്റെ പ്രകാശമാണ് എൻ്റെ കണ്ണിൻ്റെ മുഖത്തോട്ട് പതിക്കുന്നത് കേട്ടോ. ഇവിടെ കാണാൻ പറ്റും, നോക്കിയാൽ നല്ല പച്ചപ്പുല്ലുകളാണ് കണ്ടോ. നല്ല അങ്ങ് ദൂരത്തോളം ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, പ്രായമായവർക്ക് കളിക്കുവാൻ. ഇവിടെയാണ് കുട്ടികൾക്ക് കളിക്കുവാനായിട്ടുള്ള സ്ഥലം. ഇവിടെ നിങ്ങൾ അങ്ങ് ദൂരേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മരങ്ങൾ കാണാം കണ്ടോ. ഇതെൻ്റെ അടുക്ക നിൽക്കുന്ന മരങ്ങളാണ് കണ്ടോ. ഈ മരങ്ങളെ കണ്ടോ. ഇതുങ്ങളെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് തോന്നും ഇത് ഉണങ്ങി കരിഞ്ഞു പോകാറായ മരങ്ങളാണെന്ന്. പക്ഷേ അല്ല കേട്ടോ. ഇത് തണുപ്പാവുന്നതിന് മുന്നേ അവർ ഇല പൊഴിക്കും. ഇല പൊഴിച്ച് കഴിഞ്ഞിട്ട് അത് തണുപ്പ് അങ്ങോട്ട് മാറുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതെല്ലാം പൊട്ടിക്കിളുക്കും. ഇതിൻ്റെ നമ്മൾ അടുക്കലേക്ക് ചെന്ന് നോക്കാമെങ്കിൽ കാണാൻ പറ്റും ഇതേലിങ്ങനെ പൊട്ടിക്കിളുത്ത് വരുന്നത് കേട്ടോ. അത് അടുത്ത സമ്മർ ആകുമ്പോഴത്തേക്ക് അതുങ്ങളെ പൊട്ടി വരാനുള്ള ഒരു ഒരുക്കത്തിലാണിപ്പം. അവരിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അതാണ് നമ്മളീ കാണുന്നത്. അതൊക്കെ ഇത് ചിലതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ, ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊന്ന് അടുത്ത് കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ ഞാനവിടെ കാണിക്കാം കേട്ടോ. ഇവിടെ ഇവിടെ കണ്ടോ. ഞാനിതിനെ ഒത്തിരി അത് ഇവിടെ തന്നെ താഴെ തന്നെയുണ്ട്. അതേ കണ്ടോ, ഇതേ കണ്ടോ. ഇത് ഉണങ്ങിയതാണോ? ഇതെല്ലാം പൊട്ടിക്കിളുത്ത് വരുന്നില്ലേ? കണ്ടോ. ഇതെല്ലാം ഒരുങ്ങി ഇങ്ങനെ ഈ മുട്ടുകളായി വരുന്നത് പോലെ നിൽക്കുക. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോഴത്തേക്ക് ഇതിലെല്ലാം നല്ല ഇലകളൊക്കെ വന്ന് കാണും. ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അതെ, ഞാൻ ഇങ്ങനെ ഓർക്കും, നമ്മുടെ ഈ മരങ്ങളുമായിട്ട് നമ്മളെയൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്താമെങ്കിൽ, മനുഷ്യരെ ഒന്ന് താരതമ്യപ്പെടുത്താമെങ്കിലുണ്ടല്ലോ ഒത്തിരി നമുക്കിത് കാണാൻ പറ്റും. ഈ മരത്തിൻ്റെ എന്തുമാത്രം ഇലയുണ്ടായിരുന്നു ഇതിലല്ലേ. ഈ ഇലയെല്ലാം പൊഴിഞ്ഞു പോയപ്പം ആ പൊഴിഞ്ഞു പോകുന്ന ഇലയ്ക്കും വേദനിച്ച് കാണും, ഈ നിൽക്കുന്ന മരത്തിനും വേദനിച്ച് കാണും. എന്നിൽ നിന്നും അടർന്നു പോകുന്ന ഇലയെ കാണുമ്പോൾ ആ മെയിൻ മരത്തിന് എന്തുമാത്രം വിഷമം വന്ന് കാണുമില്ലേ. അതുപോലെ തന്നെ ഈ ഇലയൊക്കെ താഴെ കിടന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പം ബാക്കിയുള്ള ഇലകളൊക്കെ വീഴാറായി നിൽക്കുകയാണെങ്കിലും അത് പറയും, അതിൻ്റെ മനസ്സിൽ ഓർക്കുമായിരിക്കും, അയ്യോ കഷ്ടം, ഞാൻ അവരിൽ നിന്നും വേറുപെട്ടു പോയല്ലോ എന്നുള്ള ഒരു വിഷമം അതിന് കാണും. പക്ഷേ ഇതിൻ്റെ മനസ്സിൽ ഈ മരത്തിന് വേറൊരു സന്തോഷവും കാണും. കാരണം ഞാൻ അടുത്ത കാലാവസ്ഥയെ എതിരേൽക്കാനായിട്ടാണ് എൻ്റെ ഈ ഇല പൊഴിച്ചിലെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയും അതിന് കാണുമെന്നുള്ളതാണ്. നമ്മൾ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പം നമ്മളിങ്ങനെ വെറുതെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ വിഷമങ്ങളുടെ പുറകിൽ എന്തെങ്കിലും ഒരു സന്തോഷം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ വിഷമങ്ങളൊക്കെ നമ്മുടെ ഒരു സന്തോഷങ്ങളായിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നാറ്. സോറി, എൻ്റെ ഫോൺ ഇങ്ങനെ അങ്ങ് താഴോട്ട് പോകുന്നു കേട്ടോ. കൈ പിടിച്ചിരിക്കുന്ന കാരണം, നടക്കുന്നത് കാരണമാണ് ഈ ഫോൺ ഇത്രയും കിടന്ന് കുലുങ്ങുന്നത്. അത് കാരണം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പം നമ്മൾ അത്
ഒത്തിരി ഭാരപ്പെടാതെ ഇതിനെയൊക്കെ ഞാൻ മറികടക്കും, ഇത് കഴിഞ്ഞിട്ടും എനിക്ക് വീണ്ടും ഉന്മേഷത്തോടുകൂടെ വരാൻ പറ്റും എന്ന് നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ നിൽക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ സ്വയം ഉരുകാതെ മറ്റുള്ളവരുമായി ഇടപെടുകയും മറ്റുള്ളവരുമായി സന്തോഷം പങ്കിടുകയും വിഷമം പങ്കിടുകയും ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അവരിലെ സന്തോഷം നമ്മളിലേക്കും വരികയും നമ്മുടെ സന്തോഷം അവരിലേക്ക് ചെല്ലും. പോസിറ്റീവ് എനർജി അവിടെ വ്യാപിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അത് നമ്മളങ്ങനെ നമ്മുടെ ഓരോ വിഷമത്തെയും നമ്മൾ അങ്ങനെ കാണുവാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളിലുള്ള വിഷമങ്ങളൊക്കെ മാറിപ്പോവും. അത് നമ്മളെ എന്തുമാത്രം ഈ ഏകാന്തത വന്നിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കും. ഈ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമെങ്കിലും ഇല്ല, ഞാനിതിലൊന്നും കുലുങ്ങില്ല എന്ന ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ അത് തളർത്താനാവില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ശരിയല്ലേ? ശരി, എന്നാലേ ഇനി അടുത്ത ഒരു വീഡിയോ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.